ആലോചനകളും പഠനങ്ങളുമൊക്കെ നിരവധി നടത്തുന്നതാണ്. ഇതിൽ തന്നെ ഒരു ആക്ഷൻ റിസർച്ച് ഒരുപാട് ഊരുകളിൽ പോയി മാതാപിതാക്കളുമായിട്ടും കുട്ടികളുമായിട്ടും ഒക്കെ സംസാരിച്ച് നമ്മളൊരു വലിയ റിസർച്ച് അതിനെപ്പറ്റി തയ്യാറാക്കി ആ റിസർച്ചൊക്കെ നമ്മൾ ഒരുപാട് വിധത്തിൽ ഇടപെട്ടിട്ടും ഈ രംഗത്തുണ്ടാകുന്ന ഈ ഡ്രോപ്പ് ഔട്ട് രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോഴും നമുക്കുമായില്ല, സംവിധാനങ്ങൾക്ക് ഒന്നിനുമായില്ല, സർക്കാരിനും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ആവുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥ നാം ഉൾക്കൊള്ളണം. പലരും ഇതിൽ നിന്ന് പിന്മാറി, പലരും ഇത് നിസ്സംഗതയോടുകൂടിയാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് വളരെ നമ്മുടെ കുട്ടികൾ ഒഴിഞ്ഞു പോവുകയല്ല, അവർ ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാഠപുസ്തകങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടായിരുന്നു, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദിവാസി കുട്ടികളെ പറ്റി എപ്പോഴും പറയുന്ന വളരെ ആത്മാഭിമാനത്തോടെ നമ്മളെല്ലാവരും അധ്യാപകരും പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് കോമൺ ആയിട്ടുള്ള സംഗതിയുണ്ട്. ആദിവാസി വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുള്ള ആളുകളാണ്, അവർക്ക് നല്ല താളബോധമുള്ള ആളുകളാണ്, അവർ ഭയങ്കര കലാകാരന്മാർ, അങ്ങനെ പറയാറില്ലേ, അവരെല്ലാം നല്ല കലാകാരന്മാരാണ്, മിടുക്കരാണ്. അവർ മുള കൊണ്ടും മറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നമ്മളുടെ കുട്ടികൾ പ്രവൃത്തി പരിചയ മേഖലയിലെ ഒരു സെക്ഷനിൽ പോലും നമ്മുടെ കുട്ടികളെ നമുക്ക് നടത്താൻ കാണാത്ത ഒരു കാലമുണ്ടായിരുന്നു. അപ്പം ആ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ കാലത്ത് ഈ കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവരൊരു ഇത്രയും ആൾക്കാരെ ചേർത്ത് ഗ്രൂപ്പുകളാക്കി അവരുടെ കൂടെ കൂടി ഭാഷ പഠിച്ചു. പിന്നെ എന്നീ ഇതിനെ പല രീതിയിലും വിളിച്ച് പരിചയപ്പെടുത്താൻ കാരണം ചേട്ടായിക്ക് കിട്ടിയ ഏറ്റവും വലിയ പറയുന്നതാണ് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ചേട്ടായുടെ മക്കളായിട്ടുള്ള കുറെ ആൾക്കാരെ ആ സംശയം മാറി പേര് പരിപാടി. അപ്പോ നമ്മള് വലിയൊരു പ്രതിസന്ധിയിലൂടെ പോകുന്നു അല്ലെ. പാകിസ്ഥാൻ ഇന്ത്യയിലെ ഒരു യുദ്ധത്തിന്റെ ആ ഒരു മൂർച്ചയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇരിക്കുന്ന കസേര ആ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കുക. ഏറ്റവും ആദ്യം കസേര ബഹളമില്ലാതെ കൊണ്ട് വെച്ച് ഇവിടെ വരുന്ന ടീമിന് സമാനമുണ്ട്. ഓക്കെ, സമാധാനപരമായിട്ട് ഏറ്റവും നിശബ്ദരായിട്ട് പോയിട്ട് കസേര കൊണ്ട് സൈഡിലേക്ക് അടുക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ താഴത്ത് ഇരുന്ന് സമയം പറയും. ഞാൻ പറഞ്ഞ നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൈലൻസ് എന്നുള്ള വാക്ക് ഇനി ഇവിടെ പറയാൻ ഇടവരുത്തരുത്. നിങ്ങൾ കുട്ടിയോട് ഏറ്റവും കൂടുതൽ പറയേണ്ട വാക്കാണ് മിണ്ടാണ്ടിരി. ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങളാണ് ഞങ്ങൾ, മനസ്സിലായോ? നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തായിരിക്കും വില്ലേജ് എന്നാൽ ചെല്ലാൻ പോകുന്നു. മിണ്ടാണ്ടിരിന്ന് ആ തിരി പറയാൻ സമ്മതിക്കരുത്. അപ്പം ഏറ്റവും ആദ്യം രാഷ്ട്രീയ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം ഇത് നിങ്ങൾ നേരത്തെ നിന്ന പോലെയാണോ ഒരു ഗ്രൂപ്പ് അവിടെയോ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല പോവാ അല്ലേ അല്ലേ? ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് പോവാ. പഠിക്കാൻ പോവാൻ പറ്റാത്ത മക്കളെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ നമ്മളെ ഇന്നത് പറയണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോവാ. ഞാൻ എനിക്ക് ചെറിയൊരു അനുഭവം പറയാം. ഞാൻ പോലീസിൽ പിന്നെ ജനവൈദ്യ പോലീസിലുള്ളവരാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒരു പയ്യൻ ഇതിനോട് ചേർന്ന് ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റിന്റെ നടുക്ക് കൂടി ഞാൻ ഇങ്ങനെ പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു ആന ഉണ്ടായിരുന്നു. ആന എനിക്ക് പണ്ടേ പേടിയാണ്. കണ്ടപ്പോ കൂടുതലായി ആന പേടിയായിരുന്നു. കണ്ടപ്പോ കൂടുതലായി പേടി കൂടിയിട്ട് ആനയെ കണ്ടപ്പോ എനിക്ക് പേടിയായിരുന്നു. ഞങ്ങളുടെ അവിടെ സർവ്വസാധാരണ ആനയുണ്ട്, എന്നാലും ആ ആന കണ്ടപ്പോ എനിക്ക് വളരെ പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വീട്ടിലോട്ട് ഗ്രൂപ്പാണ്. പരസ്പരം നമുക്ക് പേരോട് പറഞ്ഞ് പരിചയപ്പെട്ടില്ലേ? പരിചയപ്പെട്ടില്ലല്ലോ. ഇവിടെ പരിചയപ്പെടുന്ന രീതി കൊണ്ട് വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ പേര് പറഞ്ഞോടൊപ്പം നമ്മൾ ഒരു ആക്ഷനും കൂടി ഒരു ആംഗ്യം കൂടി കാണിക്കണം.
ആക്ഷൻ ഇല്ല. വെരി ഗുഡ്. എന്റെ പേര് വത്സ. ശബ്ദമില്ല. തെറ്റി ആൾക്കാർ മാറിക്കും. അപ്പൊ നോക്കല്ലോ. ഓക്കെ, ദോശ, ചായ, പപ്പടം, പപ്പടം, ദോശ, ചോറ്, ചോറ്. ഞാൻ പിന്നെ ഇത് വിലയിരുത്താൻ മെല്ലെ ചഴി മതി. വലത്, ലെഫ്റ്റ്, 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 വലത്, വലത്, ഔട്ട്, ലെഫ്റ്റ്. ഗ്രൂപ്പിൽ ചർച്ച ചെയ്തത് നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യം എന്തുകൊണ്ടായിരിക്കാം. ഞാൻ അതൊരു കണക്ക് പറഞ്ഞല്ലേ, 10 ആദിവാസി വിദ്യാർത്ഥികൾ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ 2 പേരാണ് 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്, ഒരാളാണ് പാസ്സാവുന്നത്. അതിന്റെ കണക്കിലാണ് നമ്മൾ ഈ കൊഴിഞ്ഞു പോകുന്നതെന്ന് പറയുന്നത്. സ്റ്റാഫല്ലാത്തവർ വേണം നോട്ട് ചെയ്യാൻ. ഒന്നാമത് കോടതിയേറ്റ് അംഗീകരിക്കാതിരിക്കുക. ഒരു വീടിന്റെ അടുത്ത് മറ്റുള്ള ജാതിക്കാരും കൂടെ വരില്ല. ഇവർക്ക് ഒരു 20 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 10 സെന്റ്. അതുകൊണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി നന്നായിട്ടുണ്ട്. ബാഗില്ല, യൂണിഫോം ഇല്ല, അല്ലെങ്കിൽ ചെരുപ്പ് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് വരാത്തെ. നന്നായിട്ടുണ്ടത് സ്കൂളിലേക്ക്. എൻ്റെ മകൻ അതിലൊരു കുട്ടി ഉണ്ടായി. നമ്മുടെ തലമുറേനെ അങ്ങ് നിർത്തുക എന്നുള്ളതുണ്ടാവും. പക്ഷെ അവര് പിന്നെ എന്താണ് അതിന് കാരണമാകുന്നത് നമുക്കറിയാവുന്ന കാര്യം. മാതാപിതാക്കളെല്ലാം വിദ്യാഭ്യാസമുള്ളവരും ലഹരി ഉപയോഗിക്കാത്തവരും അവര് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ അതിനെ പറ്റി ചിന്തിക്കുന്ന കാര്യം അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. എനിക്ക് കിട്ടുന്ന ഓണററി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് മറ്റേ സ്റ്റാറ്റസ് ഇടാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാനോ ഉള്ളതല്ല. ഇതെന്റെ ഉത്തമ ബോധ്യത്തോടെ ഞാനടക്കുന്ന എന്റെ സൊസൈറ്റി ചെയ്തതിന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നല്ല ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷിലൊക്കെയാണ്. അപ്പോൾ ഞാൻ വളരാൻ വേറൊരു കാര്യം നേരത്തെ റോബിനായിട്ടും പറഞ്ഞായിരുന്നു, ജോലിയായിട്ട് കാണരുത്. നമ്മുടെ സ്വന്തമായിട്ട് ഇമോഷണൽ ആ ഒരു പിന്നെ ഫീലിങ്ങോടെ വേണം നമ്മൾ കഴിയും. അതിനപ്പുറത്തേക്ക് എനിക്ക് ചെയ്യാൻ കഴിയില്ല. മറ്റുള്ള വിഭാഗങ്ങൾക്ക് എന്തോ നമ്മളെക്കാൾ ഉപരി എക്സ്ട്രാ എന്തോ സംഗതികൾ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമ്മളെ പലരെയും പിന്നോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് Thank you.